ഞാൻ മെറീന ജോബി. അഗൈൻ വെൽക്കം ബാക്ക് ടു സോറൻ സ്പൈസി. സോറൻ സ്പൈസിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ, അതായത് അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ പാലപ്പത്തിൻ്റെ ഒക്കെ കൂടെ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള നമ്മുടെ വെജ് സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ അത്രയും പോലും സമയം വേണ്ട. നമുക്ക് ഒട്ടും സമയമില്ലാതെ എടുക്കാതെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അല്ലാതെ കുക്കറിലല്ല പാനിൽ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ കുറച്ച് സമയം എടുക്കും. അല്ല, നമ്മൾ കുക്കറിലാണ് ചെയ്യണമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് കുക്കർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റൂ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇതെങ്ങനെയാണ് കുക്കർ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ വെജിറ്റബിൾ സ്റ്റൂ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് ക്യാരറ്റ് ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റൂവിന് വേണ്ടിയിട്ട് നമ്മൾ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് സവോള ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര കപ്പ് ഗ്രീൻ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. വേണമെങ്കിൽ കോളിഫ്ലവർ ആഡ് ചെയ്യാം, ബീൻസ് ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇത്രേ എടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 2 പച്ചമുളക് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിൻ്റെ അളവനുസരിച്ച് പച്ചമുളകിൻ്റെ അളവിൽ വേരിയേഷൻ വരുത്താം. പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി വേണം. പിന്നെ നമുക്കൊരു 3 ഗ്രാമ്പും 2 ഏലക്ക, ഒരു 2 ചെറിയ കഷ്ണം പട്ടയും വേണം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം, ആവശ്യത്തിന് ഉപ്പും വേണം. പിന്നെ നമുക്ക് 3/4 ടേബിൾ സ്പൂൺ മൈദ വേണം. മൈദ ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്, കറി നന്നായിട്ട് കുറുകി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മൈദ ചേർക്കാൻ ആഗ്രഹമില്ലെങ്കിൽ, കറി നല്ല തിക്കായി വരണമെങ്കിൽ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഉടച്ച് ചേർത്താൽ മതിയാവും. അപ്പോഴും നന്നായിട്ട് കറി കുറുകി വരും. പിന്നെ ഞാനിവിടെ കുറച്ച് കാഷ്നട്ടും കുറച്ച് മുന്തിരിയും വറുത്തെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങാപ്പാലാണ്. അതിന് വേണ്ടിയിട്ട് 1-ാം പാൽ ഞാനൊരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്, 2-ാം പാൽ ഞാനൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് എങ്ങനെയാണ് അടിപൊളി സ്റ്റൂ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൂ ഒരു കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. കുക്കറിൽ റെഡിയാക്കി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് കുക്കർ ചൂടാകുമ്പോൾ ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു ഇത് 3 ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് ഒരു 2 മിനിറ്റ് വഴറ്റിയാൽ മതിയാവും. സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതിയാവും, അധികം ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ സവോള ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാൻ ഇതിനകത്തോട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു 3-4 മിനിറ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3-4 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു അര ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ തുടങ്ങി ഒരു 3/4 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല തിക്നെസ് വേണമെങ്കിൽ ഒരു 3/4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുത്തോ. ഞാനിപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മൈദ ചേർക്കുമ്പോൾ കറി നന്നായിട്ട് തിക്കായിട്ട് വരും. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ മൈദ ചേർക്കേണ്ട ആവശ്യമില്ല. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ചേർത്താലും കറി നല്ല തിക്കായിട്ട് വന്നോളും. അപ്പോൾ മൈദയും ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് 2-ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്.
എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പൊന്ന് കുറച്ചും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ല കറക്റ്റായിട്ട് കുക്കായി വന്നോളും. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്നു നോക്കി. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് വെന്തിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. ചാറെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ഉടഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു വിസിലും കൂടെ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വെജിറ്റബിൾസൊക്കെ കുറുകി ഉടഞ്ഞ് വന്നോളും. അപ്പോൾ ഇപ്പോൾ ഇത് കറക്റ്റ് പാകമാണ്. എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇനി ഇതിനകത്തോട്ട് ഒന്നാം പാൽ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒന്നാം പാലും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ ഒന്നാം പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അധികം തിളച്ച് പോകുന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് തള വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ അത് കറി ജസ്റ്റ് ഒന്ന് തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് അധികം തിളച്ചൊന്നും പോകണ്ട. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുക്കർ ഉപയോഗിച്ച് നമ്മൾ അടിപൊളി സ്റ്റൂ നമ്മൾ റെഡിയാക്കി എടുത്തു. ഒരു വിസിൽ വരുന്ന സമയം മാത്രം മതി. പിന്നെ ജസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. വെജിറ്റബിൾസ് നേരത്തെ കട്ട് ചെയ്ത് വെക്കുക. പാലും റെഡിയാക്കി തലേദിവസം ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം. അങ്ങനെയാണെങ്കിൽ മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റിന് കോമ്പിനേഷന് പെട്ടെന്ന് നമുക്ക് സ്റ്റൂ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്തായിരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.